ബിക്കം വാട്ട് യു കൺസ്യൂം. അതായത് നീ എന്ത് കൺസ്യൂം ചെയ്യുന്നോ നീ അതുമായി മാറും. ഐ എം ടോക്കിംഗ് അബൌട്ട് കോണ്ടന്റ്. ഫുഡിന് കാര്യം നമുക്കറിയാം, നീ എന്താണോ കഴിക്കുന്നത്. ഇഫ് യു ആർ ഈറ്റിംഗ് ജങ്ക് യു വിൽ ബിക്കം ജങ്ക്. ഇഫ് യു ആർ ഈറ്റിംഗ് ഹെൽത്തി യു വിൽ ബിക്കം ഹെൽത്തി. അതേപോലെ തന്നെയാണ് കോണ്ടന്റ്. നീ ഏത് ക്രിയേറ്റർ ഫോളോ ചെയ്യുന്നോ, എന്താണ് കൺസ്യൂം ചെയ്യുന്നത്, യു വിൽ ഇവൻച്വലി ബിക്കം ദാറ്റ്. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി അറിയാം. പണ്ട് സ്റ്റെൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബറിൻ്റെ വീഡിയോസ് ഞാൻ അതുപോലെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യായിരുന്നു. അപ്പോൾ അത് ലോങ് ഫോം ലൈക്ക് 10 minutes, 15 minutes, 20 minutes അങ്ങനത്തെ ലോങ് വീഡിയോസ് ആയിരിക്കും ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്, നോട്ട് റീൽസ്. അപ്പോൾ അതിൽ ഞാൻ വാച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ബൈക്കിന് ക്രേസ് തുടങ്ങുന്ന അവിടെ നിന്നാണെന്ന് എനിക്ക് പറയാം. അതിന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ ആളുകളിൽ നിന്ന് പഠിച്ചു. ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത്. ദർ ആർ 2 types of content, okay? One is educational content and another one is entertainment. അപ്പോൾ ഇറ്റ്സ് യുവർ ചോയ്സ്. എൻ്റർടൈൻമെൻറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിൽ നിനക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നീ അതപ്പോൾ കാണുമ്പോൾ നീ എൻജോയ് ചെയ്യും, ചിരിക്കും, കഴിക്കും, ഒക്കെ ഓക്കെയാണ്. പക്ഷേ ലോങ് ടേമിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇഫ് യു ഹാവൻറ്റ് ലേൺ, ഇഫ് യു ഹാവൻറ്റ് ഇംപ്രൂവ് ഫ്രം വാട്ട് യു വാച്ച്, ദ വീഡിയോ ഓൾസോ ബേസ്. ലൈക്ക് എൻ്റർടൈൻമെൻറ്റിന് ഞാൻ കുറ്റം പറയല്ല. എൻ്റർടൈൻമെൻറ്റ് വേണം, നമുക്കൊക്കെ വേണം. സിനിമാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റിലേക്ക് നമ്മൾ ചിരിപ്പിക്കുന്ന കോണ്ടന്റ് ഒക്കെ വേണം. പക്ഷേ ഇഫ് യു ആർ ഓൺലി കൺസ്യൂമിങ് ദാറ്റ്, സംതിങ് ഇസ് റോങ്. വി ഹാവ് ടു ഫിക്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഇത് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഈ എഡ്യൂക്കേഷണൽ വീഡിയോസ് കൂടുതൽ വാച്ച് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ. കാരണം ദർ ഇസ് എ കോട്ട് ദാറ്റ് സ്റ്റക്ക് വിത്ത് മീ. ഫോർമൽ എഡ്യൂക്കേഷൻ വിൽ ഗെറ്റ് യു എ ജോബ്, ബട്ട് സെൽഫ് എഡ്യൂക്കേഷൻ വിൽ ഗെറ്റ് യു എ ഫോർച്യൂൺ. ദിസ് ഫ്രം വേൾഡ് ഫേമസ് വൺ ആൻഡ് ഓൺലി ജിം റോൺ. കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, സ്ട്രെൽ. എനിക്ക് ഈ ബൈക്കിനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാദർ ലൈക്ക് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, വെക്കേഷൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ടോയ്സോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഇത് ഇറ്റ്സ് ബൈക്ക് ഓർ കാർ, ലൈക്ക് റിമോട്ട് കൺട്രോൾ കാർസ്, അങ്ങനത്തെ. എനിക്ക് കാറ്, ബൈക്ക്, ഈ ഓട്ടോമൊബൈൽ, ഐ വാസ് എ പെട്രോൾ ഹെഡ്. ഓക്കെ, ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ഭ്രാന്തായിരുന്നു എനിക്ക്. അങ്ങനെ ഇവൻച്വലി ഐ ടേൺഡ് 18. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാണ്ട് ഞാൻ ഓൾറെഡി നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയിട്ട് ഞാൻ ടെസ്റ്റ് എടുക്കുന്നു, അറ്റൻഡ് ചെയ്യുന്നു, കിട്ടുന്നു. 18 വയസ്സായപ്പോൾ തന്നെ എടുത്തു. പിന്നെന്താ അടുത്തെന്താ, ബൈക്ക് വേണമല്ലോ. അപ്പോൾ വീട്ടിൽ ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് അതിന് ബൈക്ക് ഓടിക്കാൻ അറിയോ? അപ്പോൾ ഞാൻ ഓടിക്കാൻ അറിയാം. അപ്പോൾ അത് തിങ്സ്, അന്ന് എനിക്ക് വീട്ടിൽ കാറില്ല, ബൈക്കില്ല, ഒന്നുമില്ല. വൺ ഡേ, ഇത് വേറൊരു സ്റ്റോറിയാണ്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പോയപ്പോൾ ക്ലാസ് ടീച്ചർ, ഐ തിങ്ക് ഇറ്റ് വാസ് എ ഫിസിക്സ് ക്ലാസ്, ഐ ഡോണ്ട് റിമെമ്പർ ദ സബ്ജക്ട്. എനിവേ ദ തിങ് ഇസ്, ടീച്ചർ എന്ന് ചോദിച്ചു, ഒരു സർവേ പറയാം എല്ലാവരുടെ. ഇറ്റ് വാസ് ഓൺ പൊല്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ എത്ര വണ്ടി ഉണ്ട് എന്നുള്ള രീതിക്ക്, ലൈക്ക് ബാക്ക് എന്ന് തുടങ്ങി, ഞാൻ മിഡിലോ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിച്ച് എൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ എത്ര വണ്ടി ഉണ്ട് വീട്ടിൽ ചോദിച്ചു. എൻ്റെ ബോസ് ലൈക്ക് എനിക്ക് പറയാനാകെ ഒരു മടിയാണെന്നില്ല, ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ എനിക്ക് സൗണ്ട് വരുന്നില്ല. സാർ ചോദിച്ചു എന്താ ഇല്ല? ഐ സെഡ് നോ, ഐ ഡോണ്ട് ഹാവ് എനി കാർ, എ ബൈക്ക്, ഐ ഓൺലി ഹാവ് എ ബൈസൈക്കിൾ. അപ്പോൾ ഈ സെഡ് ഗുഡ്. അങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഐ റിയലൈസ്ഡ് വീട്ടിൽ സ്വന്തമായിട്ട് ഒരു കാറും ഒരു ബൈക്കും ഇല്ലാത്ത ഞാൻ മാത്രമാണ്. ആൻഡ് ഇറ്റ് വാസ് ദാറ്റ് ഫോർ മീ. അപ്പോൾ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് വന്നുകൊണ്ടാണോ അറിയില്ല, ഐ വാല്യൂഡ് ദിസ് കാർസ് ആൻഡ് ബൈക്സ് എ ലോട്ട് മോർ ദാൻ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് എത്ര ആൾക്കാർക്ക്, നിങ്ങളുടെ വീട്ടിലെ എത്ര സ്റ്റുഡൻസിന് എത്ര വെഹിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചത്. ലൈക്ക് അവിടെ എത്ര ആൾക്കാരുടെ വീട്ടിലുണ്ട്, അതിനനുസരിച്ചുള്ള കാറാണോ അല്ലെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണോ അവർക്കുള്ള, അതിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ള ജസ്റ്റ് എന്നൊരു സ്റ്റഡി നടത്താൻ വേണ്ടി ആൾ കളക്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ചോദിച്ചതാണ്. ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും വീട്ടിൽ 2 പേരുള്ളെങ്കിൽ ചിലപ്പോൾ ഒരു കാർ ഒരു ബൈക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ 2 കാർ അല്ലെങ്കിൽ 2 ബൈക്ക് അങ്ങനെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഞാൻ അവിടെ നിൽക്കുന്നത്, ഞാൻ അവിടേക്ക് എത്തണം എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ ബൈക്ക് എടുക്കണം എന്ന് ചോദിച്ചു. അങ്ങനെ ലൈക്ക് ഫൈനലി ബൈക്ക് എടുത്തു. ആൻഡ് ഇറ്റ് വാസ് എ ഹോണ്ട ഹൈനസ്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ മൈ മോം വാസ് വെരി സപ്പോർട്ടീവ്, മൈ ഫാദർ വാസ് വെരി സപ്പോർട്ടീവ്. ഐ ഡിഡ്ന്റ് സ്കോർ ഗ്രേറ്റ് മാർക്സ്. ഞാൻ +1 +2 ഡിഗ്രിക്കോ ടോപ്പർ ആയിരുന്നില്ല. ഈവൻ ദെൻ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പൊ ഞാനതൊക്കെ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് വേർ യു കം ഫ്രം. ലൈക്ക് ഒരാൾക്ക് അയാളുടെ ഒരു വാച്ചിനോടല്ല എന്തൊരു ഒബ്ജക്റ്റിനോട് ആൾക്കുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് നീ വേറെ വാച്ച്, മേ ബി ഇറ്റ്സ് ജസ്റ്റ് എ വാച്ച്, പക്ഷെ എനിക്ക് ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം മൈ ഫാദർ. അച്ഛൻ കുറെ നാൾ ഉപയോഗിച്ച വാച്ചാണ്, എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. ഞാൻ ഇത് എൻ്റെ മോന് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വാച്ചാണ്. അപ്പോൾ ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ഓക്കെ, അപ്പൊ അതേപോലെ ഓരോ ആൾക്കാരുടെ ലൈഫിലും അയാൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ഒരു ദിവസം ലൈക്ക് ബോറോ ചെയ്യാൻ വാങ്ങുകയാണെങ്കിൽ അവർ തരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ യു ഷുഡ് റെസ്പെക്ട് ദം, ഷുഡ് റെസ്പെക്ട് ദർ ഡിസിഷൻ, യു ഷുഡ് റെസ്പെക്ട് ദം. അത് മനസ്സിലാക്കി സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം. കാരണം ഞാൻ എൻ്റെ ബൈക്ക് ആർക്കും കൊടുക്കാത്ത ഒരാളാണ്. പക്ഷെ ഇനീഷ്യലി ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാനുള്ള മടിയുണ്ട്, ഞാൻ പലപ്പോഴും കൊടുക്കുമായിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ അത് ഞാൻ മാറ്റി.
മാറ്റി എടുത്ത് കൊണ്ടുവന്നു. സോ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, അങ്ങനെ വീട്ടിൽ ബൈക്ക് എടുക്കുമെന്ന് അറിയാം. ഇപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞു. വീട്ടിൽ ഓടിക്കാൻ അറിയാമെന്നാണ് ചോദ്യം. ഇപ്പോൾ കാറ് ഞാൻ എൻ്റെ ഒരു അങ്കിളിൻ്റെ കൂടെ പോയി ജീപ്പ് ഓടിക്കാൻ പഠിച്ച് ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബൈക്കാണെങ്കിലോ, ബൈക്ക് എനിക്ക് അറിയാം. വീട്ടിൽ എനിക്ക് തോന്നുന്നു അങ്കിളിൻ്റെ ഒരു ഹോണ്ട ഷൈൻ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പേരാണ് അതിൻ്റെ ഷക്കി. സോ ആ ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലാണ് ഞാൻ ഓടിച്ചു പഠിക്കുന്നത്. 125cc ഒരു പഴയ ബൈക്ക്, അതിൽ ഞാൻ ബൈക്ക് ഓടിച്ച് പഠിച്ച് സെറ്റായി. പിന്നെ ഈ സ്ട്രെല്ലിൻ്റെ വീഡിയോസ് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൈക്കിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി. ലൈക്ക് ജസ്റ്റ് ഒരു പോയിന്റ് A to point Bയിലേക്ക് എത്താനുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമായി കാണാണ്ട് ഹൗ ടു ട്രീറ്റ് ഇറ്റ് ആസ് എ പേഴ്സൺ. നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ പേഴ്സണോ, ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എന്തിനാ പേഴ്സണായിട്ട് കാണുന്നത്? ലൈക്ക് അങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇറ്റ്സ് മോർ ദാൻ എ ബൈക്ക്. ആൻഡ് ഇറ്റ് വാസ് എപ്പോഴും എനിക്ക് അങ്ങനെയാണ്. എൻ്റെ കാറാണെങ്കിലും എൻ്റെ ഫസ്റ്റ് കാർ, എൻ്റെ ഫസ്റ്റ് ബൈക്ക് എല്ലാം എനിക്ക് ഭയങ്കര വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഞാൻ അങ്ങനെ ടേക്ക് കെയർ ചെയ്യണോണ്ടാവാം എനിക്കിതുവരെ ഒരു പണി തന്നിട്ടില്ല. ലൈക്ക് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇൻ മൈ റൈഡ്സ്. ഞാൻ അങ്ങനെ കുറെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കുറെ കാര്യങ്ങൾ പഠിച്ചത് അങ്ങനെയാണ്. ബൈക്കിൽ റവ് മാച്ച് ചെയ്യാന്ന് പറയും. അതായത് നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആക്സിലേറ്റർ കൂട്ടി പിടിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ദ സ്റ്റോറി ഓഫ് ഡിഫറെന്റ് ബ്രാൻഡ്സ്, ഹൗ റോയൽ എൻഫീൽഡ്, ഓരോ ബൈക്കിന്റെ ടൈപ്സ്, നമുക്ക് പറ്റിയ ബൈക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ബൈക്ക് വാഷ് ചെയ്യേണ്ട എങ്ങനെയാണ് പ്രോപ്പറായിട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ആളുടെ വീഡിയോസ് ബിഞ്ച് വാച്ച് ചെയ്തിട്ടാണെങ്കിലും ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. ലൈക്ക് ഇത് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ഒരു കാര്യമില്ല, അവിടെ അപ്ലൈ ചെയ്യുന്നില്ലല്ലോ. മേ ബി എനിക്ക് വാച്ച് ചെയ്തിരുന്ന ടൈമിൽ എനിക്ക് ചിലപ്പോൾ ബൈക്ക് ഉണ്ടായിരുന്നില്ല, കിട്ടിയപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു, അത് എനിക്ക് യൂസ്ഫുൾ ആയി. അപ്പോൾ അതാ പറയുന്നത്, there are two types of content. One is educational, one is entertainment. ഈ എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ഞാൻ വാച്ച് ചെയ്തപ്പോൾ ഇറ്റ് വാസ് കൈൻഡ് എന്റർടൈൻമെന്റ് ഫോർ മീ. എനിക്ക് അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ചില കാര്യങ്ങൾ, പക്ഷേ when the time came, I had the chance and I utilized it properly. അതായത് ബൈക്ക് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴും എൻ്റെ ബൈക്ക് is 5 years old, still looks my Nora, that's her name, she looks beautiful. ഓക്കെ, അപ്പോൾ അതങ്ങനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. സോ ദാറ്റ് ഈസ് മൈ ജേർണി അബൌട്ട് സെൽഫ് ലേൺ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാര്യം ഇങ്ങനെ പഠിക്കാം, ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ റിസർച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ അങ്ങനെ ഞാൻ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ക്രിയേറ്ററെ ഫോളോ ചെയ്യുമ്പോൾ വൈസ് ആയിട്ട് ചൂസ് ചെയ്യാം. കാരണം നിന്റെ ക്വാളിറ്റീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറേയൊക്കെ ഏത് ക്രിയേറ്ററാണ് നീ ഫോളോ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. അതേപോലെ പല ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, ഇപ്പൊ ഇഷ്ടംപോലെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ബി വെരി കെയർഫുൾ വിത്ത് ഹൂ യു ഫോളോ, വാട്ട് യു ഫോളോ ആൻഡ് വൈ യു ഫോളോ ദം, വാട്ട് യു ഫോളോ ദം ഫോർ. ഐ വിൽ എക്സ്പ്ലെയിൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാക്ക് ദെൻ അറൌണ്ട് 2022 or 2023 ആൻഡ്രൂ ടേറ്റ് ആൻഡ് ഇമാൻ ഗാജി അങ്ങനെ കുറെ ആൾക്കാർ പോപ്ഡ് അപ്പ് അല്ലേ. വാട്ട് ഹാപ്പൻഡ് ഇസ് they definitely pushed me to become a good person. Like I started hitting gym properly, I started caring about grooming, കുറേ സെൽഫ് ഡെവലപ്മെന്റ്, ഹെൽപ്പ്, ലൈക്ക് I started reading books. കുറേ ബെനിഫിറ്റ്സ് എനിക്ക് ഇവരിലൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ക്രിയേറ്റർ ഫോളോ ചെയ്യുമ്പോൾ ഒരു 100% ആളെ നമ്മൾ എന്താ പറയുക, ഫുള്ളായിട്ട് അയാളെ ഗ്രാസ്പ് ചെയ്തെടുക്കരുത്. നമുക്ക് അയാൾ കാണുന്ന ഗുഡ് ക്വാളിറ്റീസ് മാത്രം അബ്സോർബ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആൻഡ്രൂ ടേറ്റിൻ്റെ കേസിലാണെങ്കിൽ ഹി ഡിഡ്ന്റ് ലൈക്ക് ക്യാറ്റ്സ്, ലൈക്ക് ഫോർ സം റീസൺ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാറ്റും ഡോഗും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദ ഓണർ അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ ഓണറുണ്ടായി മരിച്ചുപോയി, അപ്പോൾ ഒരു 2 റൂമിലാണ് അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ പീസ്ഫുള്ളി പോയിരിക്കും. പക്ഷെ ക്യാറ്റ് ആണെങ്കിൽ ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ അത് കഴിക്കും, ബോഡി കഴിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് റിമെമ്പർ ദ ഫുൾ സ്റ്റോറി. അപ്പോൾ ഇത് കേട്ട പിന്നെ ഐ ഹേറ്റ് ലൈക്ക് കൈൻഡ് ക്യാറ്റ്സിനോട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇടാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ വാച്ചസ്, ആൻഡ്രൂ ടേറ്റ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വാച്ച് സ്മാർട്ട് വാച്ച് ഇടുന്നതൊക്കെ ഫുള്ള് മണ്ടന്മാരാണ്, അങ്ങനെ ഇടരുത്. പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും ട്രാക്ക് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളത് ഒബ്വിയസ്ലി ഇടേണ്ടി വരും. പക്ഷേ ഇതൊന്നും ആ ടൈമിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ഫോർ മൈ സെൽഫ്. ഞാൻ ഇയാൾ പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. തിങ്ക് ഫോർ യുവർ സെൽഫ്. ഇത് ആവശ്യമുള്ളതാണോ, ഇയാൾ പറയുന്നത് ശരിയാണോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം. ബ്ലൈൻഡ് ആയിട്ട് ഒരാളെയും ഫോളോ ചെയ്യരുത്, ഈവൻ ആക്ടേഴ്സ്, സെലിബ്രിറ്റീസ് ഓർ ക്രിയേറ്റേഴ്സ്. ഓക്കെ, റൂൾ നമ്പർ 1, ഡോണ്ട് ഫോളോ എ റൂൾ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റെല്ലിൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുമ്പോൾ അതിലാവും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ബൈക്ക് നമ്മൾ കമ്പയർ ചെയ്യല്ലോ. അപ്പോൾ എനിക്ക് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആരുടെ സൈക്കിളാണ് സൂപ്പർ. ഇപ്പം ചെറുതായിരിക്കുമ്പോൾ വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ വണ്ടിക്ക് എപ്പോഴും ഷോക്ക് അബ്സോർബർ ഉണ്ടാവും, എൻ്റെ ബൈക്കിന് ചിലപ്പോൾ അതുണ്ടാവും, ബൈസൈക്കിളിന് അത് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓൾവേസ് യൂസ് ടു കമ്പയർ. എൻ്റെ വണ്ടിക്ക് ഇതിൻ്റെ ഇതില്ല, പക്ഷെ എൻ്റെ ഇത് ഇന്ന പർപ്പസിന് ഗുഡാണ്, എൻ്റെ ഇന്ന പർപ്പസിന് ഗുഡാണ്, അങ്ങനെ ഇതിൽ പവർ ബ്രേക്ക് ഉണ്ട്, ഇതിൽ പവർ ബ്രേക്ക് ഇല്ല, അങ്ങനെ ഐ യൂസ് ടു കമ്പയർ.
പക്ഷേ സ്ട്രെൽ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, നമ്മൾ ഈ കമ്പാരിസൺ അത്ര ഹെൽത്തി അല്ല. ഇമാജിൻ ആ ഒരു ബൈക്ക് നിന്റെ ഒരു നിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ആണ്. അപ്പോൾ ആ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ നീ എവിടെയെങ്കിലും പോയിട്ട് പറയുകയാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് സൂപ്പറാണ്, ഇങ്ങനെയാണ് പോയിട്ട് നമ്മൾ എവിടെയും പറയില്ല അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരിക്കൽ എപ്പോഴും ഇനി ഫ്രണ്ട്സായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ബുള്ളറ്റ് ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഐ ഡോണ്ട് ഇൻവോൾവ് മച്ച് ഇൻ ദാറ്റ്. ആസ് എ ബ്രാൻഡ്സ് ഞാൻ പറയും സെപ്പറേറ്റ് കാര്യങ്ങളും ഇതൊക്കെ പറയുമെങ്കിലും, പക്ഷെ ഞാൻ ഓൺ ചെയ്യുന്ന ആ സ്പെസിഫിക് ബൈക്ക് അത് ഞാൻ ആർക്കും ഓടിക്കാൻ കൊടുക്കില്ല, അത് ഞാൻ ആരും കമ്പയർ ചെയ്യാനായിട്ടും ഞാൻ ശ്രമിക്കില്ല. അടുത്ത സ്റ്റോറി എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ എനിക്ക് എൻ്റെ അച്ഛൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ബൈക്കോ അല്ലെങ്കിൽ ടോയ്സ് ഇൻ ദ സെൻസ് ഒക്കെ കുറേ കാറോ ബൈക്ക് വാങ്ങിത്തരുന്നല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ ഒരിക്കൽ എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, വൈ ഡു യു ഓൾവേസ് ഗെറ്റ് മീ വാട്ട് എവർ ഐ ആസ്ക് ഫോർ. ലൈക്ക് ടോയ്സ് ആണെങ്കിൽ ഞാൻ ഒരു കാർ വേണമെന്ന് പറഞ്ഞാൽ, ഞാൻ എത്ര വലുതായിട്ടാണെങ്കിൽ ഞാൻ ഒരു കാർ വേണമെന്ന് പറഞ്ഞാലോ, ഒരു റിമോട്ട് കൺട്രോൾ ബൈക്ക് വേണമെന്ന് പറഞ്ഞാലോ, ഹി യൂസ് ടു ഗെറ്റ് മീ ആൻഡ് ഐ നെവർ ആസ്ക്ഡ് വൈ. പക്ഷെ വലുതായപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, എനിക്ക് എത്ര ഏജ് ആയിരുന്നപ്പോഴും ലൈക്ക് ഇപ്പം ആരെങ്കിലും എനിക്ക് ഒരു ചമ്മലൊക്കെ ഉണ്ട്, അത്ര വളർന്നിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു, പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ട്. അപ്പോൾ ഈ സെറ്റ് എനിക്ക് ഇതുപോലെ വാങ്ങി തരാതിരുന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ പറയാണ്, എനിക്കിതുപോലെ ഞാൻ ആഗ്രഹിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ മോന് അങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് ആഗ്രഹിച്ചൊരു സാധനം കിട്ടിയില്ലെങ്കിൽ അത് അയാൾക്ക് മേ ബി എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അയാളുടെ മോന് ആൾ ഇത് പ്രൊവൈഡ് ചെയ്യും. ദിസ് ഇസ് മാൻ ആൻഡ് ആസ് സിമ്പിൾ. അതിന് ശേഷം അങ്ങനെ വീട്ടിൽ ഫസ്റ്റ് കാറ് വാങ്ങുന്നത് ഒരു ടാറ്റ ടിഗോറാണ്. ഐ തിങ്ക് 2017 ആ ഒരു ടൈമിലാണ്. പിന്നെ ബൈക്ക് 19 ആ ഒരു ടൈമിൽ, 1920. എനിവേസ്, അപ്പോൾ ഈ പറഞ്ഞ ടിഗോറും ഈ പറഞ്ഞ ഫസ്റ്റ് ബൈക്കായിട്ടുള്ള ഹൈനസും സ്റ്റിൽ വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഓക്കെ, റിയലി കെയർ. ഇനി എത്ര കാറോ എത്ര ബൈക്ക് എന്ത് വന്നാലും ഇത് രണ്ടും എപ്പോഴും ഇറ്റ് വിൽ ബി വെരി ക്ലോസ് ടു മീ. നമ്മൾ ക്രിയേറ്റേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യാന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ക്യാരക്ടർ കുറേയൊക്കെ അയാളുടെ ക്യാരക്ടറായിട്ട് സിങ്ക് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ അവരുടെ കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ when I used to go on rides ആ ഒരു ടൈമിലൊക്കെ പലപ്പോഴും പല പ്രശ്നങ്ങളും അതൊക്കെ ആലോചിച്ചിട്ടും അല്ലെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ ഇടയ്ക്ക് വെറുതെ എങ്ങോട്ടിലൊക്കെ റൈഡ് പോകും. അപ്പോഴൊക്കെ ചിലപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കറങ്ങിയിട്ട് വരണ്ടേ, അത്രയ്ക്കും റിലാക്സിങ് ഒരു തെറാപ്പിയാണ് ഈ ഒരു ബൈക്ക് റൈഡ് പോവുക എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല, ഐ ഡോണ്ട് നോ വൈ. I have to restart it. It helps. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്രിയേറ്റർ വാല്യൂസ് നിങ്ങളുടെ വാല്യൂസായിട്ട് സിങ്ക് ആവുന്നുണ്ടോ നോക്കാം. ആവുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്കൊന്നൊരു ട്രസ്റ്റ് ചെയ്യാം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് ഒരിക്കലും ഫോളോ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ഇവൻ പറയുന്ന പല ബ്രേക്കിംഗ് ടെക്നിക്ക് ആയിക്കോട്ടെ, സ്റ്റെല്ലിൻ്റെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് എങ്ങനെ ഏത് ബൈക്ക് ടൈപ്പ് അനുസരിച്ച് എങ്ങനെ ബ്രേക്ക് ചെയ്യണം, സ്പോർട്സ് ബൈക്കിൽ എങ്ങനെ ബ്രേക്ക് ചെയ്യണം, ഒരു ക്രൂസറിൽ എങ്ങനെ ബ്രേക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്ന അങ്ങനെയാണ്. എന്താണ് ABS, അതിലെങ്ങനെ വർക്ക് ചെയ്യാം, അങ്ങനെ ഞാൻ ആളുടെ വീഡിയോസ് ഓൾമോസ്റ്റ് എല്ലാ ഒരു ടൈമിൽ മൊത്തം കണ്ടിട്ടുണ്ട്. അതിലൂടെ തന്നെ ആള് എനിക്ക് തോന്നുന്നു ഒരു 650 R എടുത്ത ടൈമിൽ ആള് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ഡ്രീം അയാൾ എങ്ങനെ അച്ചീവ് ചെയ്തു. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആ ഡ്രീം എങ്ങനെ അയാൾ അച്ചീവ് ചെയ്തു എന്നും ബാക്കിയുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ഷെയർ വിത്ത് യു. അതായത് വെറുതെ നമ്മൾ കൺസ്യൂമേഴ്സിനെ എൻ്റർടൈൻ ആക്കിക്കൊണ്ടിരിക്കാണ്ട് ഹി പ്രൊവൈഡഡ് എ വാല്യൂ. ഞാനിത് അച്ചീവ് ചെയ്തു, എൻ്റെ ഡ്രീം ആയിരുന്നത് ഞാൻ അച്ചീവ് ചെയ്തു, നിങ്ങൾക്കും ഇത് അച്ചീവ് ചെയ്യാം. എന്നിട്ട് അയാൾ പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനൊരു കാര്യമാണ് പറഞ്ഞത്. ലൈക്ക് 10 lakh ആണ് ആ ബൈക്കിനെങ്കിൽ ഒരു 3 lakh അയാൾ ഏൺ ചെയ്തു, 3 lakh ലോൺ എടുത്തു, 3 lakh സംതിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഐ ഡോണ്ട് റിമെമ്പർ. പക്ഷെ ആ ഒരു ഫോർമുല ഇത് എങ്ങനെ അച്ചീവ് ചെയ്യേണ്ടത്, എന്ത് മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്, ലൈക്ക് ആള് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു, അങ്ങനെ കുറേ ടൈമും ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻ്റർടൈൻമെൻറ്റിന് യൂസ് ചെയ്ത ടൈമും അതിനും ഇതിനും ലൈക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പർച്ചേസ്, ലൈക്ക് പുതിയ ഷർട്ട്, പുതിയ ഡ്രസ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു ലെസൺസും ഒക്കെ ആൾക്ക് ഷെയർ ചെയ്യാണ്ടിരിക്കാം. വേണമെങ്കിൽ ബൈക്ക് വാങ്ങി ഫ്ലെക്സ് ചെയ്താൽ നിൽക്കാം, പക്ഷെ അത് ചെയ്തില്ല. പക്ഷെ ബാക്കിയുള്ളവരും പഠിപ്പിച്ചു. അവിടെ ഹി പ്രൊവൈഡഡ് വാല്യൂ ടു ദ കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ അയാളുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സിനും. അപ്പോൾ അത് ഇസ് എ ബിഗ് തിങ്. അപ്പോൾ അപ്പോഴും ഞാൻ തീരുമാനിച്ചാണ് ഓക്കെ, ഹി ഈസ് പ്രൊവൈഡിങ് വാല്യൂ. ആൻഡ് ഇപ്പോൾ ഞാൻ പറയുന്നത് കുറേ വർഷങ്ങൾ മുമ്പത്തെ കാര്യമാണ്. ഇപ്പോൾ ആളൊരു 1 million+ സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബറാണ്. യു ഓൾ നോ, മലയാളീസ് ഓൾ നോ. അതാണ് പറഞ്ഞത്, ഫോളോ ചെയ്യുമ്പോൾ ഇത് മിക്ക ആൾക്കാരെ അംഗീകരിക്കില്ല. ക്രിയേറ്ററെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് അതുപോലെ ആവാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഒരാളെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ചൂസ് വൈസ്ലി. അതാണ് ഈ വീഡിയോ മൊത്തം വന്നിട്ട് ഒരു അണ്ടർലൈൻ പോയിന്റ്. ഇതാണ് 2 ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ ഉണ്ട്.
എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന, നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ, മെജോറിറ്റി അങ്ങനത്തെ ആൾക്കാരായിരിക്കണം നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ. ഒരു 30% നിങ്ങൾക്ക് എൻ്റെ പേയ്മെൻറ്റ് വാച്ച് ചെയ്താലും കുഴപ്പമില്ല. കാരണം ലോങ് ടേമിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ ഇവോൾവ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഐഡിയാസ് ബെറ്റർ ആക്കുന്ന എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ദിസ് എഡ്യൂക്കേഷൻ. So that's all for today. Thank you.